നമസ്കാരം. 2026 ജൂലൈ 17 ആദിത്യൻ അഥവാ രവി തൻ്റെ ബന്ധുക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് രാശി മാറി വരികയാണ്. ബന്ധുഗ്രഹമായ വ്യാഴവുമായി യോഗം ചെയ്തിട്ടാണ് രവി ഈ സമയത്ത് ഉള്ളത്. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഏറ്റവും ഗുണം ലഭിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ ആണ് ഇപ്പോൾ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ രാശിക്കാർക്കും ഗുണകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ആദിത്യൻ്റെ ഈ മാറ്റം വഴി ഏറ്റവും ഗുണകരമായ അവസ്ഥ വന്നു ചേരുന്ന രാശിക്കാരെയാണ് പറയുന്നത്. ആദ്യമായി ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയുടെ 3-ാം ഭാവത്തിലേക്കാണ് ആദിത്യൻ വരുന്നത്. രവി 3-ാം ഭാവത്തിൽ വരുമ്പോൾ സ്ഥാനം, പദവി, അംഗീകാരം, കീർത്തി, പ്രശസ്തി, ശത്രുനാശം, വ്യവഹാര സുഖം, ധനലാഭം, പുതിയ വീട് വാങ്ങുവാനുള്ള അവസരം, ബന്ധുജന പ്രീതി, ആഭരണ സുഖം, ശത്രുനാശം എന്നിവയൊക്കെ ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാവുന്നതാണ്. അടുത്തത് കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതി, മുക്കാല് അടങ്ങിയ കുംഭൻ രാശിക്കാരുടെ 6-ാം ഭാവത്തിലേക്കാണ് ഇപ്പോൾ ആദിത്യം വന്നിരിക്കുന്നത്. ഈ സമയത്ത് കുടുംബ സൗഖ്യം, ഭാര്യാസുഖം, പുത്രന്മാരെ കൊണ്ടുള്ള നേട്ടം, ശരീരസുഖം, ഐശ്വര്യം, മനസന്തോഷം, ശത്രുപരാജയം, വ്യവഹാര സുഖം, സന്തോഷം, രോഗശാന്തി എന്നിവയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. അടുത്തത് കന്നിരാശി. ഉത്തരത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം, ചിത്തിര ആദ്യത്തെ 2 പാദം അടങ്ങിയ കന്നിരാശിക്കാർക്ക് 11-ാം ഭാവമായ കർക്കിടകത്തിലേക്കാണ് ഇപ്പോൾ ആദിത്യൻ വന്നിരിക്കുന്നത്. ഉന്നത തൊഴിൽ ലബ്ധി, ഉന്നത സ്ഥാനലബ്ധി, തൊഴിൽ ലാഭം, രോഗശാന്തി, ഭക്ഷണസുഖം, കുടുംബസുഖം, ധനലാഭം, ഐശ്വര്യം, കീർത്തി, സത്ചിന്ത, പരോപകാരം ചെയ്യുവാനുള്ള മനസ്സുണ്ടാവുക, ആരോഗ്യ ഗുണകരമായിരിക്കുക, രോഗവിമുക്തി എന്നിവയൊക്കെ ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ഇനി തുലാൻ രാശി. തുലാൻ രാശിയുടെ 10-ാം ഭാവത്തിലേക്കാണ് ആദിത്യൻ വന്നിരിക്കുന്നത്. ചിത്തിര അവസാനത്തെ 2 പാദം, ചോതി, വിശാഖം, മുക്കാല് അടങ്ങിയ തുലാൻ രാശിക്കാർക്ക് തൊഴിൽ നേട്ടം, തൊഴിൽ ലബ്ധി, തൊഴിലിൽ വിജയം, ധനലാഭം, കുടുംബസൗഖ്യം, ഭാര്യാപുത്ര അതിസൗഖ്യം, പദവി, പ്രശസ്തി, മനസുഖം, സന്തോഷം, ശരീരസുഖം, ആഗ്രഹസാഫല്യം, കർമ്മവിജയം എന്നിവയൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മകാരകനായ ആദിത്യൻ 3, 6, 10, 11 ഭാവങ്ങളിൽ വരുമ്പോൾ ആ രാശിക്കാർക്ക് വളരെ അധികം ഗുണം ലഭിക്കുന്നതാണ്. ജാതകത്തിൽ ആദിത്യൻ അനുകൂല സ്ഥാനത്ത് ആണെങ്കിൽ ഈ ഗുണം അതിൻ്റെ പൂർണ്ണ തോതിൽ തന്നെ ലഭിക്കുവാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. ഇത് ആദിത്യ മാറ്റം കൊണ്ട് മാത്രം പറയുന്ന രാശിയുടെ ഗുണഫലങ്ങളാണ്. മറ്റ് ഗ്രഹങ്ങളുടെ ഭാവത്തിൽ ഉണ്ടാവുന്ന മാറ്റം ഇതിനെ ബാധിക്കുന്നതും ആണ്.